ത്രിയേക ദൈവത്തിനു സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ദാനമായി നൽകിയ കർത്താവിനെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാവിയെക്കുറിച്ചുള്ള ഭയവും ഉത്കണ്ഠയും കാരണം നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ അടച്ചുപൂട്ടി ലോകത്തിന് മുമ്പിൽ ഇറങ്ങിത്തിരിക്കാൻ കഴിയാതെ നമ്മൾ എപ്പോഴെങ്കിലും ഒളിച്ചിരുന്നിട്ടുണ്ടോ? പരാജയങ്ങളുടെയും മുൻകാല തകർച്ചകളുടെയും തടവറയിൽ അകപ്പെട്ട് എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് കരുതി നമ്മൾ നിരാശപ്പെടുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, നമ്മുടെ ഉള്ളിലെ സകല ഭയങ്ങളുടെയും വാതിലുകൾ തകർത്തുകൊണ്ട് നമുക്ക് പുതിയൊരു സമാധാനവും വലിയൊരു ലക്ഷ്യബോധവും തരുന്ന അതീവ ശക്തമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ 20:21-22 വചനം ഇപ്രകാരമാണ്: യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഭയന്ന് വിറച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരെ ലോകം കീഴടക്കാൻ പോകുന്ന മഹാന്മാരായ ലീഡർമാരാക്കി മാറ്റിയതാണ് ഈ വചനം. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യെരുശലേമിലെ ഒരു രഹസ്യമുറിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം യഹൂദന്മാരെ പേടിച്ച ശിഷ്യന്മാർ ആ വീടിൻ്റെ വാതിലുകൾ ഭദ്രമായി പൂട്ടി ഉള്ളിലിരിക്കുകയായിരുന്നു. കടുത്ത ഭയവും തങ്ങൾ യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയല്ലോ എന്ന കുറ്റബോധവും അവരുടെ മനസ്സിനെ പൂർണ്ണമായും തളർത്തിയിരുന്നു. എന്നാൽ അവരുടെ സകല പൂട്ടുകളെയും ഭേദിച്ച് യേശു പെട്ടെന്ന് അവരുടെ നടുവിൽ വന്നു നിന്നു. അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരുടെ ഭയത്തെ മാറ്റാൻ വേണ്ടിയാണ് യേശു ഈ വാക്കുകൾ സംസാരിക്കുന്നത്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഭയത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്ന്. യേശു ആദ്യം അവർക്ക് നൽകിയത് നിങ്ങൾക്ക് സമാധാനം എന്ന വാക്കാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്ന് വാതിലുകൾ അടയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അനാവശ്യ ചിന്തകളെ മാറ്റാൻ ദൈവത്തിൻ്റെ സമാധാനത്തിന് മാത്രമേ സാധിക്കൂ. വചനം തുടരുന്നു: പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. തളർന്നിരുന്ന ആ മനുഷ്യർക്ക് യേശു വലിയൊരു ഐഡന്റിറ്റി തിരിച്ചു നൽകുകയാണ്. നമ്മുടെ പരാജയങ്ങൾ കാരണം ദൈവം നമ്മെ ഒരിക്കലും മാറ്റി നിർത്തില്ല. അവൻ നമ്മളെ വീണ്ടും വലിയ ദൗത്യങ്ങളിലേക്ക് നിയോഗിക്കും. അതിനുശേഷം യേശു ചെയ്തത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ജീവശ്വാസം ഊതിയതുപോലെ തളർന്നുപോയ ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് യേശു തൻ്റെ പുതിയൊരു ദൈവിക ചൈതന്യം ഊതി നൽകുകയാണ്. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുകയാണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മുന്നേറാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരും. ആ ശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ഭയത്തിന് നമ്മെ തളർത്താൻ കഴിയില്ല. ഈ വചനത്തിൽ നിന്നും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്ന്, യേശു ഭയത്തിനിടയിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും സമാധാനം നൽകുന്നു. ശിഷ്യന്മാർ ഭയത്താൽ ഉറങ്ങിലിച്ചിരിക്കുകയായിരുന്നു. അവൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കുടുംബ പ്രതിസന്ധികൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇവ നമ്മെ ഭയപ്പെടുത്താം. എന്നാൽ ലോകം നൽകുന്ന സമാധാനം താൽക്കാലികമാണ്. യേശു നൽകുന്ന സമാധാനം ഏത് ദുർഘട സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതാണ്. അടുത്തത്, ഓരോ വിശ്വാസിക്കും ഓരോ ദൗത്യമുണ്ട്. യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് ശിഷ്യന്മാർക്ക് മാത്രമല്ല, ഓരോ വിശ്വാസിക്കുമുള്ള വിളിയാണ്. ദൈവം നമ്മെ രക്ഷിച്ചത് വെറും സ്വർഗത്തിലേക്ക് പോകാൻ മാത്രമല്ല, ഈ ലോകത്തിൽ അവൻ്റെ സാക്ഷികളായി ജീവിക്കാനാണ്. നമ്മുടെ കുടുംബത്തിൽ, ജോലി സ്ഥലത്ത്, സുഹൃത്തുക്കളുടെ ഇടയിൽ, സമൂഹത്തിൽ നാം യേശുവിൻ്റെ സ്നേഹവും സത്യവും പ്രതിഫലിപ്പിക്കണം. ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദൗത്യത്തിനായി അയക്കപ്പെട്ടവനാണ്. അടുത്തത്, ദൈവം വിളിക്കുന്നവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ശിഷ്യന്മാരെ അയച്ചിട്ട് അവരെ ഒറ്റയ്ക്ക് വിട്ടില്ല. അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പിൻ. ദൈവം നമ്മെ ഒരു ദൗത്യത്തിന് വിളിക്കുമ്പോൾ അതിനുള്ള ശക്തിയും നൽകുന്നു. നമ്മുടെ സ്വന്തം കഴിവുകൾ പരിമിതമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഭയത്തെ ധൈര്യമാക്കുന്നു, ബലഹീനതയെ ശക്തിയാക്കുന്നു, നിരാശയെ പ്രത്യാശയാക്കുന്നു, സാധാരണ മനുഷ്യരെ അസാധാരണ സാക്ഷികളാക്കുന്നു. അടുത്തത്, പരാജയപ്പെട്ടവരെയും ദൈവം ഉപയോഗിക്കുന്നു.
ശിഷ്യന്മാർ പരിപൂർണരായിരുന്നില്ല. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, മറ്റ് ശിഷ്യന്മാർ ഓടിപ്പോയി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് യേശു അവരെ വീണ്ടും വിളിച്ചു. ഇത് നമ്മെ വലിയൊരു സത്യം പഠിപ്പിക്കുന്നു. നമ്മുടെ പരാജയങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ അവസാനമല്ല. ദൈവം തകർന്ന നമ്മളെല്ലാവരെയും ഉപയോഗിക്കാൻ തയ്യാറാണ്. നാം വീണുപോയിട്ടുണ്ടെങ്കിൽ പോലും ദൈവത്തിന് നമ്മെ ഉയർത്താൻ കഴിയും. അടുത്തത് സമാധാനം, ദൗത്യം, ശക്തി. 3 ക്രിസ്തീയ ജീവിതത്തിൻ്റെ തൂണുകളാണ്. ഈ 2 വചനങ്ങളിലും 3 വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന്, സമാധാനം. യേശു നമ്മെ സമാധാനത്തിലേക്ക് വിളിക്കുന്നു. 2, ദൗത്യം. അവൻ നമ്മെ ഒരു ദൗത്യത്തിനായി അയക്കുകയാണ്. 3, ശക്തി. ആ ദൗത്യം നിർവഹിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകുന്നു. ഈ 3 കാര്യങ്ങൾ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സമാധാനമില്ലാതെ ദൗത്യം നിർവഹിക്കാൻ കഴിയില്ല. ദൗത്യമില്ലാത്ത വിശ്വാസം അപൂർണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാത്ത സേവനം ഫലപ്രദമാകില്ല. അടുത്തത്, ഇന്നും യേശു നമ്മെയും അയക്കാൻ തീരുമാനിക്കുന്നു. നാം പലപ്പോഴും ചിന്തിക്കുന്നു, ഞാനൊരു സാധാരണ വ്യക്തിയാണ്, എനിക്ക് ഒരു കഴിവുമില്ല. പക്ഷെ ദൈവം സാധാരണ മനുഷ്യരാണ് സാധാരണ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. മൂക്കന്മാരുടെ കഥ അറിയാം. ശിഷ്യന്മാര് ആരായിരുന്നു നമുക്കറിയാം. ഇന്ന് യേശു നമ്മോട് പറയുന്നു, ഞാനും നിങ്ങളെ അയക്കുന്നു. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാകണം. നമ്മുടെ വാക്കുകൾ സമാധാനം നൽകുന്നവയാകണം. നമ്മുടെ പ്രവർത്തികൾ യേശുവിൻ്റെ സ്നേഹം കാണിക്കുന്നവയാകണം. നമ്മുടെ അടഞ്ഞ വാതിലുകളെ തകർത്ത് അകത്തു വരികയും നമുക്ക് സമാധാനം, പുതിയൊരു ജീവനും നൽകുകയും ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ ശ്വാസമാണ് ഇന്ന് നമ്മുടെ കരുത്ത്. അതുകൊണ്ട് ഇനി ഭയത്തിൻ്റെ മുറികൾക്കുള്ളിൽ ഒളിച്ചിരിക്കരുത്. ധൈര്യത്തോടെ വാതിലുകൾ തുറന്ന് പുറത്തേക്ക് വരിക. നമ്മുടെ വിജയം ദൈവം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ഹൃദയത്തിൽ യേശുവിൻ്റെ സമാധാനമുണ്ടോ? ദൈവം എന്നെ അയച്ചിരിക്കുന്ന ദൗത്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ഞാൻ ജീവിക്കുന്നുണ്ടോ? നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ഉയർത്തെഴുന്നേറ്റ് യേശു നമ്മോടൊപ്പം ഉണ്ട്. അവൻ നമ്മെ സമാധാനത്തോടെ നിറയ്ക്കുന്നു. അവൻ നമ്മെ അയക്കുന്നു. അവൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അഗപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്ന മക്കളെയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന മക്കളെയും ഈ നിമിഷത്തിൽ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ കൃപ മൂലം അവരെ വഴി നടത്തണമേ. കർത്താവെ, അവരുടെ ദൗത്യം നീ കാണിച്ചു കൊടുക്കണമേ. കർത്താവെ, നീ ഓരോരുത്തരെയും അയച്ചതാണെന്ന് ഞങ്ങൾ കണ്ടുവല്ലോ. ഞങ്ങൾ കർത്താവെ പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ വേല ചെയ്യുവാൻ ഞങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകി കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. കഷ്ടപ്പാടും ദുരിതങ്ങളും ആയിരിക്കുമ്പോഴും പലപ്പോഴും ഞങ്ങൾ കർത്താവെ നിന്നെ മറന്നു പോയിട്ടുണ്ട്. ജഡിക മോഹങ്ങൾക്ക് അധീനരായി ജീവിച്ചിട്ടുണ്ട്. പലപ്പോഴും നിന്നെ സംശയിച്ചിട്ടുണ്ട് കർത്താവെ. എങ്കിൽ പൂർണ്ണമായും നിന്റെ തൃപ്പാദത്തിലേക്ക് ഈ സമയത്തെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗീയ സമാധാനം നീ ദാനമായി നൽകണമേ. കർത്താവെ, നീ തരുന്ന അറിവുകളെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുപ്പാൻ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ്, വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും നിന്റെ തൃപ്പാദത്തിൽ ഈ നിമിഷത്തിൽ നിന്ന് അവരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ ചെറിയന്മറയിൽ അവരെ മറക്കണമേ. എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും കർത്താവ് നിന്റെ കൃപ അവരോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും തുണയായിരിക്കുന്ന നീ മാത്രമാണ് കർത്താവേ. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനെ വിട്ട് അവരിൽ വന്നിരിക്കുന്ന സകല പാപങ്ങളെയും മോചിച്ച് ഹിമം പോലെ വെളുപ്പിച്ച് പുതിയൊരു ജീവിതത്തിൻ്റെ ഉടമകളാക്കി അവരെ തീർക്കണമേ. നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകി നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ പോകുന്ന വഴികളിൽ നീ കാണിച്ചു തരണമേ കർത്താവേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ സമൃദ്ധമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിഷ്ടജീവിതം നിൻ്റേതായിരിക്കാൻ തക്കവണ്ണം, നീ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടപ്പാൻ തക്കവണ്ണം നിന്റെ മക്കൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ കർത്താവേ. വ്യക്തിപരമായി ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ. ഒരാത്മാവും കർത്താവെ വെറും കൈയോടെ പോകുവാൻ നീ അനുവദിക്കരുതേ. സമൃദ്ധമായി നീ അനുഗ്രഹിക്കണമേ.
നിന്റെ തൃപ്പാദത്തിൽ അഭിഷേകം ചെയ്യണമേ കർത്താവേ. പിശാച് അവരെ നോക്കുവാൻ പോലും ഇടവരുത്തരുതേ. ആപത്തനർത്ഥങ്ങൾ അവർക്ക് പരിസരത്ത് പോലും വരരുത് കർത്താവേ. സന്തോഷത്തിനും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദീർഘായുസിൻ്റെയും നല്ല ദിനങ്ങൾ കൊടുക്കണമേ. നീ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നും കൂടെ ഇരിക്കണമേ. ആലോചന പറഞ്ഞ് വഴി നടത്തണമേ കർത്താവേ. നിന്റെ കൃപ നിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന, ഞങ്ങൾക്കെല്ലാവർക്കും തന്നിരിക്കുന്ന സകലത്തെയും അപ്പാ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ സംരക്ഷിച്ചു, ഞങ്ങളെ വഴി നടത്തിയതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇനിയുള്ള ജീവിതവും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നീ വഴികാട്ടിയായി കൂടെ ഇരുന്ന് കർത്താവേ ഞങ്ങൾ ചെയ്യേണ്ടുന്ന ജോലികളെ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് തരണമേ, ഞങ്ങൾക്ക് വിവേകം തരണമേ കർത്താവ്. നിന്റെ സമാധാനം അനുഭവിപ്പാൻ, എത്ര വലിയ പ്രതിസന്ധികളിലും നിന്റെ സമാധാനം അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. നിന്റെ കൃപ കൂടെ ഇരുന്ന് അഭിഷേകം ചെയ്യണമേ. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, ഇറങ്ങി വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജപിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.